പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് പത്രം മറിച്ച് നോക്കുന്ന സമയത്ത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു പത്രവാർത്ത കണ്ടു. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം ആ പത്രത്തിൽ ഞാൻ കാണുകയുണ്ടായി. ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതി പിടിയിലെന്നാണ് അതിൻ്റെ ഹെഡിങ്. വായിച്ചപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു. എൻ്റെ ഇന്നലകളിലേക്ക് ഞാൻ കുറേ സഞ്ചരിച്ചു. ചെറുപ്പത്തിൽ ഒരിക്കൽ ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവൻ ഉമ്മറപ്പടിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഒന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ അങ്ങനെ പറയാൻ കാരണം? ഇന്ന് അദ്ദേഹം എൻ്റെ സ്കൂളിൽ വന്ന് പെരുമാറിയ രീതി, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തിയ രീതി എന്നെ ഏറ്റവും ഏറെ മുറിപ്പെടുത്തിയെന്നാണ് ആ കുട്ടി എന്നോട് പരാതി പറഞ്ഞത്. പലപ്പോഴും നാഭിയിൽ ചവിട്ടി കുട്ടിയോട് പ്രതികാരം തീർക്കുന്ന, അല്ലെങ്കിൽ അതാണ് സ്നേഹം, അതാണ് ഒരു കുട്ടിയിലേക്ക് തെറ്റ് ചെയ്താൽ നാം സമീപിക്കേണ്ട രീതി എന്ന രൂപത്തിൽ ആ കുട്ടിയിൽ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത് അവൻ്റെ വർത്തമാനത്തിൽ ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ ക്രൂരമായി മർദ്ദിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റം പറയുക. ഇത് ചെറുപ്പത്തിൽ പലവട്ടം കാണുകയും അനുഭവിക്കുകയും തിരിച്ചറിയുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ആ പിതാവിനോടും ആ കുടുംബത്തിനോടും പറഞ്ഞിരുന്നു, നാളെ ഭാവിയിൽ ഇവൻ നിങ്ങൾക്കൊരു വില്ലനായി മാറുമെന്ന്. ഇന്ന് ഞാൻ ആ പത്രവാർത്ത വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് അവരോട് പറഞ്ഞ വാക്കിനെയാണ് ഓർത്തുപോയത്. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇത്തരത്തിൽ ക്രൂരതയോട് കൂടിയിട്ടാണ് നാം അവരുടെ കാര്യങ്ങളിൽ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും വളർന്നു വരുമ്പോൾ നമുക്കെതിരായ ഒരു ശത്രുവിനെയാണ് നാം സമ്പാദിക്കുന്നത് എന്ന ബോധ്യം ഓരോ രക്ഷകർത്താവിനും ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വത്താണ്. അവരെ അറിഞ്ഞും അവരെ ഇഷ്ടപ്പെട്ടും പഠിപ്പിച്ച് മനസ്സിലാക്കുമ്പോഴാണ്, തെറ്റുകൾ സ്നേഹത്തോടു കൂടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചെയ്തു പോയതിലെ പാകപ്പിഴകൾ എന്താണ് എന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു രക്ഷകർത്താവാകാൻ കഴിയുക. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഉണ്ടാക്കാൻ നമ്മൾ തന്നെ കാരണമാകുമെന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും മൂല്യമുള്ള സമ്മാനങ്ങളായി മാറണമെങ്കിൽ, നമ്മളെ ഓർത്തിരിക്കുന്നവരായി മാറണമെങ്കിൽ ചെറുപ്പകാലത്ത് അവരെ സ്നേഹിക്കാനും അവരുടെ തെറ്റുകൾ ഏറ്റവും സന്തോഷത്തോടു കൂടി അവനെ മാന്യമായ രൂപത്തിൽ തിരുത്തി കൊടുക്കുന്ന രക്ഷകർത്താക്കളായി മാറാനും നാം തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള പത്രവാർത്തകളിൽ നമ്മുടെ മക്കളും കുടുങ്ങുമെന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നിങ്ങളേവരെയും ഇത്തരത്തിലേക്കുള്ള ചില ധാർമ്മികമായ ബോധത്തിലേക്ക് ഞാനിവിടെ ക്ഷണിക്കുകയാണ്.